ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭാരതത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലുള്ള മോദി വിരുദ്ധരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്ന, പ്രശംസിക്കുന്ന, നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ചില പ്രസ്താവനകളൊക്കെ വരുന്ന ദിവസം പ്രമുഖരായ ചില വ്യക്തികളുടെ പ്രൊഫൈലുകൾ ഞാൻ ഒന്ന് പരിശോധിക്കാറുണ്ട്, അതിലൂടെ കടന്നു പോകാറുണ്ട്. അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അത്തരത്തിൽ ഞാൻ ഇന്ന് രാവിലെ പരിശോധിച്ച ഒരു പ്രൊഫൈലാണ് മുൻ സൈനികനായ ഭാസ്കരൻ നായർ അജയൻ്റേത്. അദ്ദേഹം വളരെ വ്യക്തമായി ആ നെതന്യാഹുവിൻ്റെ വാക്കുകളെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുകയാണ്. ഏതായാലും ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി അങ്ങനെ തെറ്റാതെ വായിക്കാം. അതായിരിക്കും കുറച്ചുകൂടി ഇഫക്റ്റീവ് എന്ന് തോന്നുന്നു. കേരളത്തിൽ മോദിയെ എതിർക്കുന്ന മെത്രാനച്ചന്മാർ ഇത് കേൾക്കണം. ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. ഭാരതം ഇസ്രയേലിനോടൊപ്പമുണ്ട്. ഇസ്രയേൽ ജൂത പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ്. JD വാൻസ് പറഞ്ഞു, ഇസ്രയേലിന് അമേരിക്ക എന്ന രാജ്യം മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ ജൂതന്മാരുടെ പ്രധാനമന്ത്രി അത് ഡിഫെൻഡ് ചെയ്യുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് സഹായത്തിനായി 140 കോടി ജനങ്ങളുള്ള ശക്തമായ രാജ്യം ഭാരതം കൂടെയുണ്ട് എന്നാണ്. PM മോദി കേരളത്തിന്റെ എവിടെയിരുന്നും കുറ്റം പറയുന്ന, എന്നിട്ട് ജൂതനായ ശ്രീ യേശുദേവനെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കർദിനാൾ, മെത്രാൻ, പള്ളിയിലച്ചന്മാർ, പിന്നെ കുഞ്ഞാടുകൾ കേൾക്കണം, വായിക്കണം. ലോകം മുഴുവൻ കേൾക്കെ ഫോക്സ് ന്യൂസിൽ ഇരുന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാൻസിന് കൊടുത്ത മറുപടി ഇതാണ്: ഞങ്ങൾക്കൊരു സ്ട്രോങ് കൺട്രി ഉണ്ട്, അതിശക്തമായ ഒരു രാജ്യമുണ്ട് സുഹൃത്തായി, പേര് ഇന്ത്യ, 1.4 ബില്യൺ ജനങ്ങൾ, അവിടെ ഞങ്ങൾക്ക് അതിഭയങ്കരമായ പിന്തുണയുണ്ട്. അവൻ ബ്രിട്ടന്റെ പേര് പറഞ്ഞില്ല, ഫ്രാൻസിന്റെ പേര് പറഞ്ഞില്ല, ജർമ്മനിയുടെ പേരില്ല, യൂറോപ്യൻ യൂണിയൻ ഇല്ല, ഓസ്ട്രേലിയ ഇല്ല, പറഞ്ഞത് ഒരേ ഒരു പേര് മാത്രം, ഭാരതം. എന്തുകൊണ്ട് ഭാരതം മാത്രം? 2000 വർഷത്തെ രക്തബന്ധം. ലോക ചരിത്രത്തിൽ ജൂതനെ ഒരിക്കൽ പോലും വേട്ടയാടാത്ത ഒരേ ഒരു മണ്ണ് ഭാരതമാണ്. റോമിൽ നിന്നോടിയപ്പോൾ, ഹിറ്റ്ലറിൽ നിന്നോടിയപ്പോൾ ചേർത്തു പിടിച്ച മണ്ണ്. കൊച്ചിയിലെ ജൂതത്തെരുവ് ഇന്നും ആ സത്യത്തിന് സാക്ഷിയായി നിൽപ്പുണ്ട്. അതാണ് വിശ്വാസം. മഹാഭാരതത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആയുധമെടുത്തില്ല, പാണ്ഡവരുടെ കൂടെ നിന്നു. യുദ്ധം ജയിച്ചത് ധർമ്മമാണ്. ഇന്ന് ഇസ്രായേൽ പാണ്ഡവ പക്ഷമാണ്. അവർക്കൊപ്പം ആയുധമില്ലാതെ പോലും നിൽക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഇന്ന് ഭാരതമാണ്. മോദി ഡോവൽ ഉപദേശം, ഇത് പഴയ പ്രസ്താവന ഇറക്കി തളർന്ന ഭാരതമല്ല. ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയുമ്പോൾ അർദ്ധരാത്രി ഫോൺ എടുത്ത് പേടിക്കേണ്ട, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, വി ആർ വിത്ത് യു മൈ ഫ്രണ്ട് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു പ്രധാനമന്ത്രിയുള്ള ഭാരതം. ഇതിനെ നയിക്കുന്നത് അജിത് ഡോവൽ എന്ന ആധുനിക ചാണക്യന്റെ തന്ത്രമാണ്. റോ എന്ന നിഴൽ സൈന്യം. മൊസാദിനെ ലോകം കണ്ടിട്ടുണ്ട്. ഇന്ന് മൊസാദ് പോലും ബഹുമാനിക്കുന്ന, ശത്രുവിന്റെ കിടപ്പറയിൽ കയറി കണക്ക് തീർക്കുന്ന റോ ഉള്ളത് കൊണ്ടാണ് ഇസ്രായേൽ നമ്മളെ സഹോദരനായി കാണുന്നത്. ആത്മനിർഭർ ഭാരതം, ഇനി ആരുടെ ഔദാര്യത്തിനെ കാത്തു നിൽക്കണ്ട. ബ്രഹ്മോസ് മുതൽ തേജസ് വരെ നമ്മുടെ മുറ്റത്തുണ്ടാക്കുന്ന അഭിമാനം. ആയുധം കൊടുക്കുന്ന സുഹൃത്തിനല്ല, ആയുധം ഉണ്ടാക്കുന്ന ആത്മവിശ്വാസമുള്ള സുഹൃത്തിനെയാണ് ഇസ്രായേലിന് വേണ്ടത്. അത് ഭാരതമാണ്. അതുകൊണ്ട് കേരളത്തിലെ കിണറ്റിലിരുന്ന് കുരയ്ക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: കണ്ണു തുറന്നു നോക്കൂ. ലോക ചരിത്രം ഇനി എഴുതപ്പെടുന്നത് വാഷിംഗ്ടണിലോ ലണ്ടനിലോ അല്ല, ഡൽഹിയിൽ നിന്നാണ്. അവസാനമായി ജൂതരാജാവായ യേശുദേവനെ ആരാധിക്കുന്ന മോദി വിരുദ്ധരെ, ജൂത പ്രധാനമന്ത്രിക്കും പോപ്പിന്റെ പ്രിയപ്പെട്ട ഇറ്റലി പ്രധാനമന്ത്രിക്കും ഇന്ത്യ എന്താണെന്ന് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾക്ക് ഇതാണ് പുതിയ ഭാരതം, ഇതാണ് മോദിയുടെ ഭാരതം. അഭിമാനത്തോടെ ശത്രു കേൾക്കെ ഉറക്കെ വിളിക്ക്, ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം. പലപ്പോഴും അദ്ദേഹത്തോട് ബഹുമാനം തോന്നുന്നത്, ഭാസ്കരൻ നായർ അജയൻ എന്ന മുൻ സൈനികനോട് ബഹുമാനം തോന്നുന്നത്, ഇത്ര ശക്തമായ വാക്കുകളിലൂടെ ഓരോ ഭാരതീയനും, ഓരോ മോദി ഭക്തനും, ഓരോ രാജ്യസ്നേഹിയും പറയാൻ കൊതിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ, ഇത്തരം കുറിപ്പുകളിലൂടെ പുറത്തു വരുന്നത് കൊണ്ടാണ്. നന്ദി ശ്രീ ഭാസ്കരൻ നായർ അജയൻ. ന്യൂസ് ഡെസ്ക്, കർമ്മൻസ്.